Good morning all. Now we are going to consider about nano composites. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നാനോ മെറ്റീരിയൽസ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നാനോ കോമ്പോസിറ്റ്സിനെ പറ്റിയാണ്. എന്താണ് നാനോ കോമ്പോസിറ്റ്സ്? ഹാവ് യു ഹേർഡ് അബൌട്ട് നാനോ കോമ്പോസിറ്റ്സ്? നാനോ കോമ്പോസിറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സോളിഡ് സ്ട്രക്ചർ with repeat distance of nanometer scale between different phases that constitute the structure. എന്താണ് പറയുന്നത്? ഒരു സോളിഡ് സ്ട്രക്ചറാണ് നാനോ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു സോളിഡ് സ്ട്രക്ചറാണ്. ഒരു സോളിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ടാവും. ഒരു സോളിഡ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് കുറേ ഫേസ് ഉണ്ടാവും. ആ ഫേസ് തമ്മിലുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഫേസ് തമ്മിൽ ഡിഫറൻസ്, ഓരോ ഫേസ് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമില്ല, അത് നാനോമീറ്റർ സ്കെയിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് എന്ത് പറയുന്നത്? നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ആ ഓർഗാനിക് നാനോ കോമ്പോസിറ്റ്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്? ബോൺ ഇസ് ആൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഓർഗാനിക് നാനോ കോമ്പോസിറ്റ്. ഓർഗാനിക് നാനോ കോമ്പോസിറ്റിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബോൺ. ഇനി ഈ നാനോ കോമ്പോസിറ്റ്സ് തന്നെ ഇൻഓർഗാനിക് സോളിഡ് കണ്ടെയ്നിങ് ഓർഗാനിക് കമ്പോണൻസ് ഉണ്ടാവും. അതായത് ഇൻഓർഗാനിക് കമ്പോണൻസ് കണ്ടെയ്ൻ ഈ ഓരോ ഫേസ് സെപ്പറേറ്റ് അത് ഓർഗാനിക് ആവാം. എന്നിട്ട് ഇൻഓർഗാനിക് മെറ്റീരിയലിൻ്റെ നാനോ കോമ്പോസിറ്റ്സ്, എന്നിട്ട് ഫേസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓർഗാനിക് കമ്പോണൻസ്. ഇനി തിരിച്ച് ഓർഗാനിക് കമ്പോണൻസിൻ്റെ നാനോ കോമ്പോസിറ്റ്സ് ഉണ്ടാവും. അത് തമ്മിൽ സെപ്പറേഷൻ എന്തായിരിക്കും? ഇൻഓർഗാനിക് കോമ്പോണൻസ് ആയിരിക്കും. ഇപ്പോൾ തിരിച്ചും എങ്ങനെ ഉണ്ടാവാം? ഓർഗാനിക്കുള്ള ഇൻഓർഗാനിക് കോമ്പോണൻസും ഉണ്ടാവും, ഇൻഓർഗാനിക് ഉള്ള ഓർഗാനിക് കമ്പോണൻസും ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസിനൊക്കെ അതുപോലെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് 2-3 ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കമ്പോണൻസ് ഉള്ള 2-3 ഫേസായിട്ടും ഒരു കോമ്പിനേഷനായിട്ടും എന്ത് ഫോം ചെയ്യാൻ പറ്റും? നാനോ കോമ്പോസിറ്റ്സ് ഫോം ചെയ്യാൻ പറ്റും. ദീസ് ഓൾസോ ക്യാൻ ബി കമ്പോസ്ഡ് ഓഫ് 2 or more ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ഫേസ് ഇൻ സം കോമ്പിനേഷൻ ഫോം. അതായത് ഏതെങ്കിലും ഒരു ഫേസ് നാനോമീറ്റർ സ്കെയിലാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും 2-3 ഒരു ഓർഗാനിക് 2 ഇൻഓർഗാനിക് അല്ലെങ്കിൽ ഒരു ഇൻഓർഗാനിക് 2 ഓർഗാനിക്, അങ്ങനെ പല കോമ്പിനേഷനിലും ഇത് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഫേസ് നാനോമീറ്റർ സ്കെയിലിൽ ആയിരിക്കാം. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഒക്കെ അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ ഇൻ്റർഫേസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഫോം ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പിന്നെ കെമിക്കൽ, കാറ്റാലിറ്റിക്, സ്ട്രക്ചറൽ, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ത്? നാനോ കോമ്പോസിറ്റിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസിൻ്റെ. ഇതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസൊക്കെ അറൈസ് ചെയ്യുന്നത് എവിടെ? ഇൻ്ററാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫേസസ് അറ്റ് ദി ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ഒരു 2 ഫേസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അവിടെയാണ് നാനോമീറ്റർ സ്കെയിലുള്ള ഒരു ഗ്യാപ്പായിരിക്കും 2 ഫേസ് തമ്മിലുണ്ടാവാം. ആ ഫേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഓരോ നാനോ കോമ്പോസിറ്റും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് പോളിമർ നാനോ കോമ്പോസിറ്റിനെ പറ്റിയാണ്. പോളിമർ നാനോ കോമ്പോസിറ്റ് അതായത് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് ഫൈബർ ആഡ് ചെയ്തിട്ട്, ഫൈബർ ആഡ് ചെയ്തിട്ട് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? നാനോ കോമ്പോസിറ്റ് എന്ന് പറയാം. ഈ നാനോ കോമ്പോസിറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയലിൻ്റെ എന്താക്കാം? ഫൈബർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് മാറ്റാൻ പറ്റും. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫൈബർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോപ്പർട്ടീസിലാണ് നമുക്ക് കണ്ടാക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എബിലിറ്റി ടു ഫൈബർ ബോണ്ട് ദ മെറ്റീരിയൽ. ഒന്നാമത്തെ ഒരു ഫൈബറിലേക്ക് എങ്ങനെയാണ് മെറ്റീരിയൽ ബോണ്ട് ചെയ്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ ഫൈബർ എങ്ങനെയാണ് മെറ്റീരിയലിലേക്ക് ബോണ്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ള ഒരു എബിലിറ്റി കൂടും. അതേപോലെ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ ഫൈബർ ടു ദ ഡയമീറ്റർ. നമ്മൾ ഫൈബറാണ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ടു ലെങ്ത് റേഷ്യോയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഫൈബറിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ എൻഹാൻസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അലൈൻമെൻറ്റ് ഓഫ് ഫൈബർ ഇൻ ദ മെറ്റീരിയൽ, എങ്ങനെയാണ് മെറ്റീരിയൽ ഒരു ഫൈബർ അലൈൻ ചെയ്ത് കിടക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഹറൻറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, ഫൈബറിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗുഡ് ഡിസ്പേർഷൻ ഓഫ് ഫൈബർ ഇൻ ദ മെറ്റീരിയൽ, ഫൈബർ എങ്ങനെയാണ് മെറ്റീരിയലിൽ ഇങ്ങനെ ഒഴുകി ചേർന്ന് കിടക്കുന്നത്? ഗുഡ് ഡിസ്പേർഷൻ ഓഫ് ഫൈബർ ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ടിലായിട്ട് തരുന്നുണ്ട്, ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല, ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ. ഞാനിടുന്ന നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ability of fiber to bond in the material, ratio of length of the fiber to the diameter, alignment of fiber in the material, inherent tensile strength of the fiber, and good dispersion of the fiber in the material.
നെക്സ്റ്റ് ഈസ് കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഒരു റീഇൻഫോഴ്സിങ് ഫൈബറാണ്. കാർബൺ നാനോ ട്യൂബ് ഈസ് എ റീഇൻഫോഴ്സിങ് ഫൈബർ. അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി പറയുന്നത് എന്താ, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ, ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി ഈ കാർബൺ നാനോ ട്യൂബിലേക്ക് പോളിമർ ആഡ് ചെയ്യുന്ന സമയത്ത് പോളിയെസ്റ്ററൈൻ ഹാസ് ബീൻ ഇൻക്രീസ് ദ സ്ട്രെങ്ത്. അപ്പോൾ എന്താവും, പോളിമർ ആഡ് ചെയ്യുന്ന സമയത്ത് പോളിയെസ്റ്ററൈൻ ആവും. പോളിമർ സച്ച് ആസ് പോളിയെസ്റ്ററൈൻ ആഡ് ചെയ്യുന്ന സമയത്ത് ടെൻസൈൽ സ്ട്രെങ്ത്, ഹാർഡ്നെസ്, തെർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എബിലിറ്റി ടു മേക്ക് പോളിമർ മെറ്റീരിയൽ ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി പറയുന്നത് മേക്കിംഗ് പോളിമർ മെറ്റീരിയൽ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ്. ആ പോളിമർ മെറ്റീരിയലിനെ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് മെറ്റാലിക് നാനോ കോമ്പോസിറ്റ്. ഈ മെറ്റാലിക് നാനോ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ കാർബൺ നാനോ കോമ്പോസിറ്റ് എന്ന് പറയാം. മെറ്റാലിക് കാർബൺ ഈസ് ഓൾസോ കോൾഡ് മെറ്റൽ കാർബൺ നാനോ കോമ്പോസിറ്റ്. അതിനെന്തായിരിക്കും, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഒരു മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബിനെ നമ്മൾ അയൺ, അലൂമിനിയം പോലത്തെ മെറ്റൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കൂടാതെ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റൽ വിത്തൗട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദി വെയിറ്റ് ഓഫ് ദ മെറ്റൽ, അതാണ് മെറ്റാലിക് നാനോ കോമ്പോസിറ്റിൻ്റെ മെയിൻ പ്രോപ്പർട്ടി. ഇനി ആപ്ലിക്കേഷൻ ഓഫ് മെറ്റൽ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. അതൊരു സ്ട്രോങ്ങർ മെറ്റൽ ആയതുകൊണ്ട് തന്നെ കാർബണിൻ്റെ ബോഡീസിന്, എയറോപ്ലെയിൻ്റെ ബോഡീസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആർമർ ഓൺ മിലിറ്ററി വെഹിക്കിൾസിൻ്റെ ആർമറായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷനുമാണ്. വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.